നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ക്യാഷ് അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് കൊടുത്തേക്ക്. ആ ശരി, ഞാൻ അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് അതുപോലെ ചെയ്യാം. മോളെ, ആ പോസ്റ്റ് ഓഫീസിലെ പൈസയും കൂടെ അടച്ചേക്കണേ. ഞാൻ അവളെ നോക്കി വെളുക്ക ചിരിക്കെങ്കിലും എന്റെ ശത്രുവാണ് അവള്. അവളോടുള്ള എന്റെ വൈരാഗ്യം ഒരു കാലത്തും തീരില്ല. അവള് ജാനകി മേഡത്തിന്റെ ബന്ധു ആവില്ല. അവളുടെ അനിയത്തിയുടെ കഴുത്തില് ജാനകി മേഡത്തിന്റെ മകൻ താലി കെട്ടിയാലല്ലേ ഇവൾ അവരുടെ ബന്ധു ആവുള്ളൂ. മേഡത്തിന്റെ മകൻ താലി കെട്ടില്ല. ഞാനിത് മുടക്കും. പോസ്റ്റ് ആക്കി ഇരുത്തിയിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന കണ്ടില്ലേ? മനസ്സിലായി. ആദ്യം താനൊന്ന് ഇവിടെ ഇരിക്കേ. എടോ ഇരിക്കടോ. ഋഷി ഇന്നലെ കാണിച്ചത് വളരെ മോശമായി പോയി. മോശമായി പോയി, അതെനിക്കറിയാം. അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? ഋഷി വെറുതെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാൻ വേണ്ടി നോക്കണ്ട. അയ്യോ, ഞാനായിട്ടൊരു കാരണം ഉണ്ടാക്കി പറയുന്നതല്ല. ആദ്യം താൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശരി, പറയ്, കേക്കട്ടെ. ഗോപികയെ, ഞാൻ വരാനായിട്ട് എന്റെ കാറും എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഹലോ. അല്ല, ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പായോ? നീ എന്താ ഇവിടെ? അതെ, ഞാൻ ആ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പി ഇറങ്ങിയതാ. കേട്ടോ ഋഷി സാറേ, ഇന്നലെ ഞാൻ കാരണം ഈ ഇരിക്കുന്ന കക്ഷി ഒരുപാട് വലഞ്ഞു. എന്തു പറ്റി? ഞാൻ ഇന്നലെ നെറ്റിൽ സെർച്ച് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ എടുത്ത് ദേവിയച്ചയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച് അവിടുന്ന് അഡ്മിഷൻ ഫോം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. ദേവികേച്ചി ആ ഡ്യൂട്ടി ഗോപികയെ ഏൽപ്പിച്ചു. ഇദ്ദേഹം ആ സ്ഥാപനം തപ്പി നടന്നത് മെച്ചം. നെറ്റിലുള്ള അഡ്രസ് തെറ്റായിരുന്നു. എന്നിട്ട് ഇന്ന് നീ ഇത് കണ്ടുപിടിച്ചോ? എവിടെ? തദൈവ കൊറേ തെരഞ്ഞു, കണ്ടില്ല. അതിനിടയ്ക്ക് ഒരു ചെറിയ തലവേദന. അപ്പോഴാ ഇവിടെ കയറി ഒരു കോഫി കുടിക്കാൻ കരുതിയേ. കോഫി കുടിക്കുമ്പോ തലവേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയാലോ. അല്ല, നിങ്ങൾ എന്താ ഓർഡർ ചെയ്തേ? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. വെയിറ്റർ വരട്ടെ, എന്നിട്ട് ഓർഡർ ചെയ്യാം. എന്നാ ഞാനും കൂടെ ഇവിടെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇന്നലെ കാറും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും വൈകുന്നേരം നമ്മൾ തമ്മിൽ കാണുന്നു. അതൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ പിന്നെ ഞാൻ വിളിക്കായിരുന്നേ. ഈ വർത്താനം പണിയാവുന്ന ലക്ഷണം ഉണ്ടല്ലോ. അല്ല ഋഷി സാറേ, ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് സാറിന് അറിയാവോ? എനിക്കറിയില്ല അഞ്ജിത. അറിയില്ലേ? അങ്ങനെ സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ തന്നോട്. സസ്പെൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ഞാനൊരു വെബ് സീരീസ് കണ്ടു. സസ്പെൻസ് എന്ന് പറഞ്ഞാലേ ഒടുക്കത്തെ സസ്പെൻസ്. ഓരോ എപ്പിസോഡും ഒരേ പൊളി. രാത്രി മുഴുവനും ഇരുന്ന് ആ സീരീസ് മുഴുവനും കണ്ടു തീർത്തു ഞാൻ. ഋഷി സാറി വെബ് സീരീസ് കാണാറുണ്ടോ? ഞാൻ ഇടയ്ക്കൊക്കെ കാണും.
മുത്തശ്ശ. ആ മുത്തശ്ശി. മോനെ, ഞങ്ങൾ ആ പെണ്ണിന്റെ ജാതകം വാങ്ങാൻ മറന്നുപോയി. നീ ആ ജാതകം ഒന്ന് വാങ്ങിയിട്ട് വരണേ. ജാതകം വാങ്ങാനോ? നീ അത് വാങ്ങിയിട്ട് വന്നാ മതി. എന്താ, നിനക്കതിന് പറ്റില്ലേ? ആ ജാതകം കിട്ടിയാ പോരെ മുത്തശ്ശി, ഞാൻ ഏറ്റു. ശരി. ശരി മുത്തശ്ശി. അല്ല, ആരുടെ ജാതകമാ വേണ്ട? ഈ ഗോപിക ഒരു മണ്ടി തന്നെ. ആരുടെ ജാതകം ഒന്ന് ചോദിക്കുന്നുണ്ടോ? ഋഷി സാറേ, നിങ്ങളുടെ കാര്യം വീട്ടിൽ പറഞ്ഞു. കാര്യങ്ങളെല്ലാം ഇത്രത്തോളായി. അവിടെ എല്ലാമേ സെറ്റാ. ആണോ? ഋഷി സാറ് ചോദിച്ചതേ ഗോപികയുടെ ജാതകോ? എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ സാറേ? അതെ അതെ. ദേ, മര്യാദയ്ക്ക് സ്വന്തം ജാതകം എടുത്ത് കൊടുത്തോ, ഇല്ലെങ്കിലേ നിന്റെ ജാതകം ഞാൻ എടുത്തു കൊടുക്കും. വേണ്ട വേണ്ട, എന്റെ ജാതകം ഞാൻ തന്നെ കൊടുത്തോളാം. ഇവളുടെ ജാതകം ഇവള് ഋഷിക്ക് കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇരുന്നു. ഇന്ന് രാധിക ടീച്ചർക്ക് പകരം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഞാനാ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നും ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കഥയാ. നിങ്ങൾ ആരെങ്കിലും VK എന്ന് കേട്ടിട്ടുണ്ടോ? നാരായണൻകുട്ടി നായർ അഥവാ VKN. അദ്ദേഹം രചിച്ച പ്രാതൽ എന്ന ചെറുകഥ ഇപ്പൊ നമുക്ക് പഠിക്കാം. എല്ലാവരും അവരവരുടെ പാഠപുസ്തകം തുറന്ന് പ്രാതൽ എന്ന ആ പാഠഭാഗം എടുത്തേ. എല്ലാവരും പാഠഭാഗം എടുത്തല്ലോ അല്ലേ? അപ്പൊ ഇനി ഞാൻ വായിക്കാം. സമൃദ്ധിയുടെ കാലമായിരുന്നു. ആ അമ്മേ. ആ മോളെ, നീ ഇപ്പൊ എവിടെ? വീട്ടിലാ? ഇല്ലമ്മേ, ഞാനിപ്പോ സ്കൂളിലാണല്ലോ. ആ, ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കുക. ആണോ? ടീച്ചർ. ആ എന്താ? ആ മോളെ, പിന്നെ ആ LICയുടെ പ്രീമിയം അടയ്ക്കാനുണ്ട്. ഞാൻ ക്യാഷ് അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് കൊടുത്തേക്ക്. ആ ശരി, ഞാൻ അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് അതുപോലെ ചെയ്യാം. മോളെ, ആ പോസ്റ്റ് ഓഫീസിലെ പൈസയും കൂടെ അടച്ചേക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.